നമ്മുടെ റംബൂട്ടാൻ ഇതേവരെ പോയിട്ടില്ലെങ്കിൽ മറ്റു പഴച്ചെടികളിൽ നാം നൽകുന്നത് പോലെ മൈക്രോ ന്യൂട്രിയൻസ്, പ്രത്യേകിച്ച് ബോറോൺ, ഒരു കാരണവശാലും അളവിൽ കവിഞ്ഞു നൽകരുത്. ഈ വീഡിയോയിൽ ഇത്തരത്തിൽ ബോറോൺ റംബൂട്ടാനിൽ ആവശ്യമായതിലും കൂടുതൽ അളവിൽ നൽകിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും വിശദമായി കാണാം. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ തണുപ്പ് ലഭിച്ചത് മൂലവും ഈ മാസങ്ങളിലെ മഴക്കുറവ് മൂലവും റംബൂട്ടാൻ, മാമ്പഴം പോലുള്ള ഫലവർഗ്ഗങ്ങളുടെ ലഭ്യത ഈ സീസണിൽ കൂടാൻ സാധ്യതയേറുന്നു. എങ്കിലും ചില റംബൂട്ടാനുകളിൽ ഇനിയും പൂ പിടിച്ചിട്ടില്ല. റോങ്കരിയാൻ പോലുള്ള റംബൂട്ടാൻ ഇനങ്ങൾ നേരത്തെ പൂവിടുകയും N18 പോലെ ഷെൽഫ് ലൈഫ് ഉള്ളവയുമാണ്. പക്ഷേ മറ്റു പല ഇനങ്ങളും അല്പം താമസിച്ച് കായ്ക്കുന്നവയാണ്. പൊതുവെ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ സ്ട്രെസ് നൽകണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് ദിവസങ്ങൾ മരം നനയ്ക്കാതിരുന്നാലും മറ്റു പഴവർഗ്ഗ ചെടികളിൽ പൂ പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വളപ്രയോഗം ഇവയിൽ അളവിൽ കൂടുതൽ ഉപയോഗിച്ചാലും ചിലപ്പോൾ നമുക്കിവയെ നഷ്ടപ്പെട്ടേക്കാം. മംഗോസ്റ്റിൻ പോലെ ജലം ആവശ്യമില്ലെങ്കിലും വേനൽക്കാലത്ത് നന ആവശ്യമുള്ള ഫലവൃക്ഷം തന്നെയാണ് റംബൂട്ടാൻ. പൂ പിടിപ്പിക്കാൻ സ്ട്രെസ് നൽകുമ്പോഴും ഇല പഴുത്ത് കൊഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നനയ്ക്കേണ്ടതാണ്. ചെറിയ രീതിയിൽ ഈർപ്പം മണ്ണിലുള്ളത് തന്നെയാണ് ഇവയ്ക്ക് അഭികാമ്യം. പലപ്പോഴും നന കൂടുമ്പോൾ ഇവ ഈ മാസങ്ങളിൽ തളിർക്കുമെങ്കിലും ഈ ഇലകൾ മൂത്തതിന് ശേഷം പൂ വരുന്നതായി കാണാറുണ്ട്. അതിനാൽ തളിർപ്പ് വന്നാൽ നന നിർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളം നൽകുമ്പോൾ സാധിക്കുമെങ്കിൽ മണ്ണ് പരിശോധിച്ച് ആവശ്യമായ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും നൽകുന്നതാണ് ഉചിതം. ചെടിയുടെ പ്രായമനുസരിച്ചും മണ്ണിൻ്റെ ഘടനയനുസരിച്ചും ഇവ വ്യത്യാസപ്പെടാം. കൃഷിഭവനിൽ നിന്നും സബ്സിഡി നിരക്കിൽ വാഴകൾക്കാവശ്യമായ അയർ പോലുള്ള സൂക്ഷ്മ മൂലകങ്ങൾ ലഭ്യമാണ്. പേരിൽ പറയുന്നത് പോലെ ഇവ സൂക്ഷ്മമായ അളവിലെ വിളകൾക്ക് ആവശ്യമുള്ളൂ. വാഴയ്ക്ക് ആവശ്യമായ അളവിലല്ല ഇവ മറ്റു വിളകൾക്ക് നൽകേണ്ടത്. പ്രത്യേകിച്ച് റംബൂട്ടാനിൽ ഇവയിൽ അടങ്ങിയിരിക്കുന്ന പൂക്കാൻ സഹായിക്കുന്ന ബോറോൺ പരമാവധി 20 ഗ്രാമിലധികം ഒറ്റത്തവണയായി നൽകാതിരിക്കുക. കടകളിൽ നിന്ന് വാങ്ങുന്ന മറ്റു കമ്പനികളുടെ ബോറോൺ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ സപ്ലൈ ചെയ്യുമ്പോഴും അളവിൽ ശ്രദ്ധ വേണം. അളവിൽ കൂടിയാൽ ഇല പൊള്ളിപ്പോകുന്നതായും താഴത്തെ കമ്പുകളിൽ നിന്നും ഇലകൾ മഞ്ഞച്ച് കൊഴിഞ്ഞു പോകുന്നതായും കാണാറുണ്ട്. എൻ്റെ 3 വർഷം പ്രായമായ E35 ഇനത്തിൽപ്പെട്ട റംബൂട്ടാനിൽ ഇത്തരത്തിൽ ഇലകൾ മുഴുവനായും കൊഴിഞ്ഞു പോയിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഇലകൊഴിച്ചിലുണ്ടാകാമെങ്കിലും ഇത്തരത്തിൽ ബോറോൺ ടോക്സിസിറ്റി മൂലമുണ്ടാകുന്ന ഇലകൊഴിച്ചിലിൻ്റെ ഒപ്പം മൂപ്പത്താത്ത ഇലകളിലെ ചുരുളലും കരിച്ചിലും കാണാവുന്നതാണ്. ഇത്തരത്തിൽ ഇലകൊഴിച്ചിൽ കണ്ടാൽ ഉടനെ അധികമായി നമ്മൾ നൽകിയ വളങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ണ് ചുവട്ടിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. ഒപ്പം പുതിയ മേൽമണ്ണ് നൽകുകയും എപ്സം സോൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ് 200 ഗ്രാം ചുവട്ടിൽ നൽകി നന്നായി നനച്ചു കൊടുക്കേണ്ടതുമാണ്. ഒരാഴ്ച രാവിലെയും വൈകിട്ടും നന തുടരുക. മണ്ണിൽ നൽകുന്ന എല്ലാ വളങ്ങളും 3-4 ദിവസങ്ങൾക്കുള്ളിൽ ചെടി ആഗിരണം ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ റംബൂട്ടാൻ ലഭിക്കുന്ന മഗ്നീഷ്യം സൾഫേറ്റ് ചെടിക്ക് വേരിലുണ്ടായ ഡാമേജ് പരിഹരിക്കാനും ഷോക്കിൽ നിന്ന് ചെടിയെ രക്ഷപ്പെടുത്താനും സഹായിക്കുന്നു. ശേഷം ഹ്യൂമിക് ആസിഡ് 1 ലിറ്റർ വെള്ളത്തിൽ 6 മുതൽ 10 ml എന്ന അളവിൽ ആഴ്ചയിലൊരിക്കൽ 3 തവണ നൽകുന്നത് നന്നായിരിക്കും.
പൂവ് കായായി മാറാൻ MOPയും SOPയും നൽകുന്നത് നന്നായിരിക്കും. ഒപ്പം ചെറിയ അളവിൽ മൈക്രോന്യൂട്രിയൻസും. മുൻപ് വീഡിയോകളിൽ പറഞ്ഞതുപോലെ ജീവാമൃതം പോലെയുള്ള ജൈവ സ്ലറി ഉണ്ടാക്കി നൽകുന്നതും ഈ വേനൽക്കാലത്ത് അഭികാമ്യമാണ്. ഇനി വേനൽ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും മണ്ണിൽ നനവില്ലെങ്കിൽ നന്നായി നനയ്ക്കുകയും വേണം, പ്രത്യേകിച്ച് പൂവിട്ടതിന് ശേഷം.